നമുക്കറിയാം, ഗൾഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ മലയാളി പ്രവാസികൾ ജോലി ചെയ്യുന്ന സുരക്ഷിതമായ ഒരു രാജ്യമാണ് കുവൈത്ത്. എന്നാൽ കുറച്ചു കാലത്തെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം കുവൈത്തിന്റെ വ്യോമാതിർത്തികൾക്ക് നേരെ വീണ്ടും ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് പ്രധാന നഗരങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിലും വൻ ശബ്ദത്തോടെ പ്രതിരോധ സൈറണുകൾ മുഴങ്ങിയത്. പെട്ടെന്ന് സൈറൺ ശബ്ദം കേട്ടതോടെ വലിയൊരു വിഭാഗം ജനങ്ങളും പ്രവാസികളും വലിയ രീതിയിൽ പരിഭ്രാന്തരാവുകയുണ്ടായി. വിദേശത്ത് നിന്നും കുവൈത്തിനെ ലക്ഷ്യമാക്കി വന്ന മിസൈലുകളോ അതോ അത്യാധുനിക ഡ്രോണുകളോ ആണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമികമായ നിഗമനങ്ങൾ. എന്നാൽ കുവൈത്തിന്റെ സായുധ സേനയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും എത്രത്തോളം ശക്തമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീടുള്ള കാഴ്ചകൾ. ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ വ്യോമാക്രമണ ശ്രമങ്ങളെയും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കൃത്യമായി തടഞ്ഞു നിർത്താൻ കുവൈത്ത് ഡിഫൻസ് ഫോഴ്സിന് സാധിച്ചിട്ടുണ്ട്. കുവൈത്ത് അതിർത്തിക്കുള്ളിലേക്ക് ഈ മിസൈലുകളോ ഡ്രോണുകളോ പതിച്ചിട്ടില്ലെന്നും അവയെല്ലാം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ വെടിവെച്ചിട്ടതായും കുവൈത്ത് പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. എങ്കിലും ഈ സംഭവം സാധാരണക്കാരായ പ്രവാസികൾക്കിടയിൽ വലിയൊരു ചർച്ചയ്ക്കും ആശങ്കയ്ക്കും കാരണമായിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന മറ്റ് യുദ്ധ സാഹചര്യങ്ങളാണോ ഇതിന് പിന്നിൽ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് അധികൃതർ അന്വേഷിച്ചു വരികയാണ്. നിലവിൽ രാജ്യത്തെ പ്രധാന കേന്ദ്രങ്ങളിലും വിമാനത്താവളങ്ങളിലും കനത്ത സുരക്ഷാ ജാഗ്രതയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കുവൈത്ത് സർക്കാർ പ്രവാസികളോടും സ്വദേശികളോടും വ്യക്തമാക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: രാജ്യം പൂർണ്ണമായും സുരക്ഷിതമാണ്. നമ്മുടെ പ്രതിരോധ സേനകൾ 24 മണിക്കൂറും സജ്ജമായി രംഗത്തുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ കണ്ട് ആരും പരിഭ്രാന്തരാകേണ്ടതില്ല. ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. ഈ വിഷയത്തിൽ വരുന്ന പുതിയ മാറ്റങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ തത്സമയം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്നുള്ള മറ്റൊരു അതിനിർണായക വാർത്തയാണ്. അവിടെ ഭരണം നടത്തുന്ന കോൺഗ്രസ് സർക്കാരിനെ ഉലച്ചുകൊണ്ട് ഒരു വൻ രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുങ്ങുകയാണ്. നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്റെ മുഖ്യമന്ത്രി പദം രാജിവെക്കാൻ ഒരുങ്ങുന്നതായാണ് ഡൽഹിയിലെ ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ രാഷ്ട്രീയ സൂചനകൾ. എന്താണ് പെട്ടെന്ന് കർണാടകയിൽ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് പലർക്കും സംശയമുണ്ടാകാം. കഴിഞ്ഞ കുറച്ചു നാളുകളായി കർണാടക സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെയും വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളും സാമ്പത്തിക വിവാദങ്ങളും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ടായിരുന്നു. ചില പ്രത്യേക ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസികൾ അദ്ദേഹത്തിനെതിരെ നീങ്ങുന്നതായും വാർത്തകൾ ഉണ്ടായിരുന്നു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെയും പാർട്ടിയുടെ പ്രതിച്ഛായയെയും ഇത് ബാധിക്കും എന്ന് കണ്ടതുകൊണ്ടാണ് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം സിദ്ധരാമയ്യയോട് പദവി ഒഴിയാൻ ആവശ്യപ്പെട്ടതായാണ് അറിയാൻ കഴിയുന്നത്. പാർട്ടിക്ക് ദോഷം വരാത്ത രീതിയിൽ മാന്യമായ ഒരു രാജി സമർപ്പിക്കാൻ അദ്ദേഹം തയ്യാറായേക്കും എന്നാണ് സൂചനകൾ. അങ്ങനെയെങ്കിൽ കർണാടകയുടെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും? ഇവിടെയാണ് തെന്നിന്ത്യൻ രാഷ്ട്രീയത്തിലെ കനൽത്തരിയായ DK ശിവകുമാറിന്റെ പേര് മുന്നിലേക്ക് വരുന്നത്. നിലവിൽ കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ ശക്തനായ തന്ത്രജ്ഞനുമാണ് DK ശിവകുമാർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു. അന്ന് ഹൈക്കമാൻഡ് ഇടപെട്ടാണ് ആദ്യ പകുതിയിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകും എന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ സിദ്ധരാമയ്യ മാറുന്നതോടെ അടുത്ത മുഖ്യമന്ത്രിയായി DK ശിവകുമാർ വരാൻ 100% സാധ്യതയുണ്ട്. കർണാടകയിലെ ഭൂരിഭാഗം MLA മാരുടെയും പിന്തുണയും അദ്ദേഹത്തിനുണ്ട്.
വരും ദിവസങ്ങളിൽ ബാംഗ്ലൂരു കേന്ദ്രീകരിച്ച് വലിയ രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറുമെന്നുറപ്പാണ്. കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കാൻ BJPയും JDSഉം ഈ അവസരം ഉപയോഗിക്കുമോ എന്നും കണ്ടറിയണം. തെന്നിന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ നീക്കങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ രണ്ട് പ്രധാന വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ എന്താണ്? കുവൈത്തിലെ പ്രവാസികളുടെ സുരക്ഷതയെക്കുറിച്ചും കർണാടകയിലെ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി വരണമോ എന്നതിനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വാർത്തകൾ ലളിതമായും കൃത്യമായും തത്സമയം അറിയാൻ ഇൻഫോസ്ട്രീം മലയാളം എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊരു പ്രധാന വിവരവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.